ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം നൽകിയിരിക്കുകയാണ്. അല്പസമയത്തകം ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരും. എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഷൈൻ ടോം ചാക്കോയെ. ദൃശ്യങ്ങളിലേക്ക് ഈ സജീവനെ അറിയാവോ? സജീവനെ അറിയാവോ? പ്രതികരിക്കാതെ പോകുന്നു ഷൈൻ ടോം ചാക്കോ. സ്റ്റേഷൻ ജാമ്യത്തിൽ ഷൈൻ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. ചോദ്യങ്ങളോട് പ്രതികരണമില്ല. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാം, ഈ സജീവനെ അറിയാമോ എന്ന ചോദ്യം ഉയർത്തി, മറുപടിയില്ല. ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ചോദ്യം, അതിന് മറുപടിയില്ല. ഷൈൻ ദാ പുറത്തേക്ക് പോകുന്നു. വിവരങ്ങൾ ശ്യാംകുമാർ. പുറത്തേക്ക് പോയിരിക്കുന്നു. യാതൊരു പ്രതികരണവും രാവിലെ വന്ന പോലെ തന്നെ ഒരു പ്രതികരണവും നടത്താതെയാണ് ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും പോയിരിക്കുന്നു. രാവിലെ 10 മണിയോടെ സ്റ്റേഷനിലെത്തിയ ഷൈൻ ടോം ചാക്കോയാണ് ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും വന്ന രണ്ടുപേരുടെ ആൾജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമെടുത്ത് പുറത്തു പോയിരിക്കുന്നത്. ഏതായാലും ഏകദേശം 8-6 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പോയിരിക്കുന്നത്. കർശനമായ ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. 2 പേരുടെ ആൾ ജാമ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട രാവിലെ ചോദ്യം ചെയ്യലിന് വന്നപ്പോൾ മുതൽ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് അവസാനം കേസിൽ പ്രതിയായി 2 പേരുള്ള കേസിൽ പ്രതിയായി 1-ാം പ്രതിയായിട്ട് സ്റ്റേഷൻ ജാമ്യം നേടിക്കൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ വിട്ടയച്ചിരിക്കുന്നത്. ഷൈനിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. എഫ്ഐആറിലെ പരാമർശങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുണ്ടാകുന്നു ഈ കേസിൽ. പോലീസിന് ഇനിയും തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട്. ലഹരി വസ്തുക്കൾ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷൈൻ അന്ന് കടന്നു കളഞ്ഞത് ലഹരി വസ്തുക്കളുമായാണോ എന്നുള്ള സംശയമൊക്കെ പോലീസിനുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എസ് ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, നേരത്തെ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ നൽകിയതാണല്ലോ. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണല്ലോ വ്യക്തമാകുന്നത്. ശ്യാംകുമാർ, നടൻ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യാൻ ഹാജരായത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയത്. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമ്പോഴും മാധ്യമങ്ങൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഒന്നും പറയുന്നില്ല ഷൈൻ ടോം ചാക്കോ. ഈ ചോദ്യം ചെയ്യലിൽ ഷൈൻ മുന്നോട്ട് വെച്ച വാദങ്ങളുണ്ട്. പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വാദമുഖങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ. എഫ്ഐആർ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പോലീസിന്റെ അന്വേഷണം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണല്ലോ വിഷ്ണു. ഉന്മേഷ്, ഷൈൻ ഒരു ഘട്ടത്തിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. രാവിലെ വന്നപ്പോഴും വൈകിട്ട് പോയപ്പോഴും നമ്മൾ ഷൈനോട് നിരവധി കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ പ്രതികരിക്കാനില്ല. സാധാരണ കാണുന്ന ഒരു ഷൈനെ അല്ല നമ്മൾ ഇന്ന് കണ്ടത്. അതിന് അപ്പുറത്തേക്ക് ഷൈന് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതായിരിക്കും അത്തരത്തിലൊരു പ്രതികരണത്തിന് അയാൾ മുതിരാതിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേസിൽ 2 പ്രതികളാണുള്ളത്. ഷൈൻ ടോം ചാക്കോയും അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശി മുർഷിദും. മുർഷിദിന് 20,000 രൂപ ഷൈൻ ടോം ചാക്കോ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇരുവരും റൂമെടുത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഘട്ടത്തിൽ ഇതവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി റൂം എടുത്തു എന്നാണ് പോലീസിന്റെയും ഡാൻസാഫിന്റെയും കണ്ടെത്തൽ. പോലീസിനെ കണ്ടപ്പോൾ ഷൈൻ ഓടി ഭയന്നത് അത് കയ്യിൽ ലഹരി ഉള്ളത് കൊണ്ടാണ്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് എഫ്ഐആറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത്. 3 ACPമാരുടെ നേതൃത്വത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ ചോദ്യങ്ങളോട് കാര്യമായ പ്രതികരണം നടത്തിയില്ല. പക്ഷേ പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഷൈൻ എല്ലാം സമ്മതിക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഷൈൻ്റെ മൊഴിയുടെ വിശദാംശങ്ങൾ: താൻ ലഹരി ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് മെത്താഫെറ്റാമിനും കഞ്ചാവുമാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ലഹരി ഉപയോഗം കൂടി പ്രശ്നമായ ഘട്ടത്തിൽ തന്നെ കൂത്താട്ടുകുളത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് താൻ പിന്നീട് പുറത്തേക്ക് വന്നു എന്നാണ് നിലവിൽ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനോട് ഷൈൻ പറഞ്ഞത്. ഒപ്പം ആലപ്പുഴയിലുള്ള തസ്ലീമ എന്ന് പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനക്കാരിയുമായി ഷൈൻ ടോം ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചു. അത് ഏത് തരത്തിലുള്ള ബന്ധമാണ്, ലഹരി ഇടപാടുമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനി പോലീസും എക്സൈസും വരുത്തും. ആ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഒരുപക്ഷെ ഷൈനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷൈൻ തന്നെ നേരിട്ട് അക്കാര്യം പോലീസിനോട് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ആ നടപടി. മറ്റൊന്ന് വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയാണ്. ആ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചത് അതൊരു കള്ളപ്പരാതിയാണ്. താൻ അത്തരത്തിൽ വിൻസിയുടെ മുൻപിൽ വെച്ച് ലഹരി ഉപയോഗിച്ചിട്ടില്ല, തന്നെ കുടുക്കാൻ വേണ്ടി തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പരാതി എന്നാണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദിച്ച ഘട്ടത്തിൽ മറുപടിയായി നൽകിയത്. മറ്റൊന്ന് ഈ സജീറുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമാണ്. സജീറിനെ അറിയാം, സജീറുമായി താൻ ലഹരി ഇടപാടുണ്ട് എന്ന കാര്യമൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് എത്തിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഷൈൻ ടോം ചാക്കോയുടെ മുടിയും നഖവും ഒക്കെ പരിശോധനാ സാമ്പിളായി എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് FSLന്റെ ഭാഗമായി അയച്ചു നൽകും. ഇനി അവിടെ നിന്ന് പരിശോധനാ ഫലം വരുന്ന ശേഷം കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതുണ്ടാകും. ഇന്ന് രാവിലെ വരെ കേസെടുക്കേണ്ട നിലപാടിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് കേസെടുത്താനും അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള നിലപാടിലേക്ക് മാറി. സാധാരണ ഈ കേസ് ഇതൊരു അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. അതായത് ഇതൊരു സ്വാഭാവിക നടപടിയാണ്. കാരണം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. പിഴയടച്ചാൽ ഊരിപ്പോരാവുന്ന വകുപ്പാണല്ലോ, പുറത്തേക്ക് വരാവുന്ന വകുപ്പാണ്. പക്ഷേ ഇതിൽ പോലീസ് നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാസലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടിയാണ്. ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് ഒരു കേസ് വേണം. ആ കേസ് ഇതാ പോലീസിന് മുൻപിൽ എത്തിയിരിക്കുന്നു. ഷൈൻ തന്നെ കൊണ്ടുകൊടുത്തതുപോലെ ആയിരിക്കുന്നു. അതായത് ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഓടിപ്പോയത്. അതായത് അതിസാഹസികമായി അവിടെ നിന്ന് റൂമിൽ നിന്ന് മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് ചാടി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം നൽകിയ മൊഴി താൻ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഭയപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴി. പക്ഷേ ആ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത് ലഹരി ഒളിപ്പിക്കാനെന്ന വ്യാജേന കണ്ടെത്തി FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.